നോമ്പ് തുറപ്പിക്കുന്നതിന്റെ ഫലായിലുകൾ. മൊത്തത്തിൽ അത് നമുക്കൊരു 4 ഫലായിലുകളാക്കി തിരിക്കാം. നോമ്പ് തുറപ്പിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ഫലായിലുകളെ 4 ആയിട്ട് തിരിക്കാം. ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പനയാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹകരിക്കണം. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. ഇവിടെ വതആവനു അലൽ ബിർരി വത്തഖ്വ, ബിർറും തഖ്വയും എന്നുള്ളതിന് ഒന്നിലധികം തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ആ തഫ്സീറുകളുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തഫ്സീർ എന്താ വെച്ചാൽ, അതിൽപ്പെടുന്ന ഒന്നാണെന്ത്, ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾ നന്മയിലും ബിറിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഷറഹ് എന്താ വെച്ചാൽ, നോമ്പ് തുറപ്പിക്കുന്നവന് ചെയ്യുന്നത് എന്താണ്, അള്ളാഹുവിന്റെ ഈ കൽപ്പന അയാൾ അനുസരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്, അള്ളാഹുവിന്റെ അടിമകൾ പരസ്പരം നന്മയിൽ സഹകരിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്, വമിൻ ദാലിക തഫ്തീറു സ്വായിം, നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഇതിൽപ്പെട്ടതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദ് സ്വാലിഹിന്റെ ഷറഹിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം മറ്റൊരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ബിറിലും തഖ്വയിലും പെടുന്ന കാര്യത്തിൽപ്പെട്ടതാണെന്ത്, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. കാരണം ഒരു നന്മ ചെയ്യാൻ ഒരാളെ സഹായിക്കുകയാണ്, ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൽ പെടുമെന്നുള്ളത് ഇബ്നുൽ സമീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആനത്തുൽ ഫുഖറാഇ ബിൽ ഇത്ആമി ഫീ ഷഹ്രി റമളാൻ ഹുവ മിൻ സുനനിൽ ഇസ്ലാം. ഈ പരിശുദ്ധ റമളാനിൽ ദരിദ്രരെ ഭക്ഷണം കൊടുത്തുകൊണ്ട് സഹായിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വാചകമാണ്. അപ്പൊ റമളാൻ എന്നുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ റമളാനിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമാണെന്ത്, ഇദ്ദേഹം പറയണം, പാവപ്പെട്ടവരെ ഫുഖറാക്കളെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഫുഖറാക്കൾക്ക് മാത്രം ബാധകമായതല്ല, അത് ഖനിഗിനെയും ഫക്കീറിനെയും ഒക്കെ വിളിക്കുക, അത് വരുന്നുണ്ട്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഫതാവയിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമതായിക്കൊണ്ട് നോമ്പ് തുറപ്പിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ വെച്ചാൽ, അയാൾ അള്ളാഹുവിന്റെ ഈ കൽപ്പന അനുസരിക്കുകയാണ്. വതആവനു അൽ ബിർരി വത്തഖ്വ, അതിലൂടെ അയാൾക്ക് അതിന്റെ പുണ്യം കിട്ടുന്നു എന്നുള്ളത് ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് അയാൾക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ, ഇത് പ്രധാനപ്പെട്ട ഒരു സ്വതക്കയാണ്. ഒരാൾ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് സ്വതക്കകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റമളാൻ എന്നുള്ളത് സ്വതക്കയുടെ മാസമാണ്. റമളാനെ കുറിച്ച് പറയാറ് തന്നെ ഷഹ്റു സ്വതക്ക, ഷഹ്റുൽ മുവാസാത്ത്, പരസ്പര സഹായത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെ, സ്വതക്കയുടെ മാസമാണ് റമളാൻ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംബന്ധിച്ച്, റമളാനിലുള്ള സുന്നത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിശദീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ത്, അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യവാനായിരുന്നു എന്നുള്ളത്. അതിന് ഒന്നിലധികം ഷർഹകൾ വന്നിട്ടുണ്ട്. നന്മയുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വേഗതയിൽ ആ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ റമളാനിൽ സ്വതക്കക്ക് വളരെയധികം പുണ്യമുണ്ട്. അപ്പൊ ഒരാൾ നോമ്പ് തുറപ്പിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അതാണ്, അയാൾ ഒരു സ്വതക്ക ചെയ്യാണ് ചെയ്യുന്നത്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ റമളാനിൽ സ്വതക്ക കൊടുക്കുന്നതിന്റെ ഫളലിനുള്ള തെളിവാണെന്ത് ഈ ഹദീസ്. ഏത്, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഫഹാദ ദലീലുൻ അല ഫളലി സ്വതഖത്തി ഫീ ശഹ്രി റമളാൻ. റമളാൻ മാസത്തിൽ സ്വതക്കയുടെ ഫളലിന്റെ എത്രത്തോളം ഫളലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഹദീസ്. അപ്പോ സ്വതക്ക കൊടുക്കുന്നതിന്റെ ഫളലിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് ഈ ഒരു ഹദീസാണ്. ഏത്, നോമ്പ് തുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ്. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ, ആയത്തിൽ പറഞ്ഞതുപോലെ ഒരാളെ നമ്മൾ സഹായിക്കുകയാണ്. റമളാൻ എന്നുള്ളത് പരസ്പരം സഹായിക്കേണ്ട മാസമാണ്, പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകളെ. അപ്പൊ ആ രൂപത്തിലൊക്കെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണിത്. അപ്പോൾ രണ്ടാമതായിട്ട് നോമ്പ് തുറപ്പിക്കുന്ന ഒരാൾക്ക് ആ സ്വതക്കയുടെ പ്രതിഫലം കൂടി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് ഈ വിഷയത്തിൽ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, നോമ്പ് തുറപ്പിക്കുന്നവന് ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലാണ് അത് വന്നിട്ടുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം ആ നോമ്പ് തുറപ്പിച്ചവനും കിട്ടും. ഖൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈഅ. ആ നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും തന്നെ കുറയില്ല. ഈ ഹദീസിന്റെ സിഹത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും പൂർവികരായ ആളുകൾ തന്നെ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹിബ്ബാൻ, ഇബ്നു അസാക്കിർ, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഉസൈമീൻ, ഇതിനകത്ത് ദായിമ അവരൊക്കെ തന്നെ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി ഇവരൊക്കെ തന്നെ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അവരത് തെളിവായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഷെയ്ഖ് അൽബാനിക്ക് ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ, ഇബ്നു അസാക്കിറൊക്കെ. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞെന്താണ്, ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം ആ നോമ്പ് തുറപ്പിച്ചവനും കിട്ടും. ആ നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് യാതൊരു കുറവും വരാതെ തന്നെ എന്നുള്ളതാണ് ഈ ഹദീസിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, നീ 60 ദിവസം നോമ്പ് നോക്കാൻ പരിശ്രമിക്കണം. അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമാണ്, ഫജ്തഹിദൻ തസൂമ റമളാന 60 യൗമൻ. റമളാൻ മാസത്തിൽ 60 ദിവസം നോമ്പ് നോക്കാൻ നീ പരിശ്രമിക്കണം. ഇതിന്റെ ഉദ്ദേശത്താണ്. മറ്റൊരാളെ കൂടി ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നോമ്പ് തുറപ്പിച്ചാൽ അതേ പ്രതിഫലം കിട്ടുമെന്നാണല്ലോ.
അങ്ങനെ 30 ദിവസം മറ്റൊരാൾ നോമ്പ് തുറപ്പിച്ചാൽ എന്ത് കിട്ടും? 60 ദിവസം നോമ്പ് നോറ്റ കൂലി ആൾക്ക് കിട്ടും. ഇതാണ് ഈ പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നീ പരിശ്രമിക്കണം എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ തബ്സിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അറിയപ്പെട്ടിട്ടുള്ള ഒരു തത്വമാണ്. എന്ത്? ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അതേ പ്രതിഫലം കിട്ടുമെന്നുള്ളത് ഇസ്ലാമിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു തത്വമാണ്. ചില കർമ്മങ്ങൾ ഇങ്ങനെയുണ്ട്, അതേ പ്രതിഫലം കിട്ടുമെന്ന് പറയും. ഉദാഹരണമായിട്ട് ഒരു യോദ്ധാവിനെ ഒരാൾ ഒരുക്കി കൊടുത്താൽ മൻ ജഹസ ഗാസിയൻ ഫീ സബീലില്ലാഹി ഫഖദ് ഗസ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. യുദ്ധത്തിന് പോകുന്ന ഒരാൾക്ക് അയാളുടെ മത്താ, സിലാഹ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരാൾ ഒരുക്കി കൊടുത്ത് അയാളെ യുദ്ധത്തിന് പറഞ്ഞയച്ചാൽ അയാൾ യുദ്ധം ചെയ്തു എന്നുള്ളതാണ് ഹദീസിലുള്ളത്. അയാൾ യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണ്? കുത്തിബലഹു അജറുൽ ഗാസി, ആ യോദ്ധാവിന്റെ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. കാരണം എന്താ? ലിഅന്നഹു ആനഹു അലൽ ഖൈരി, കാരണം ആ ഒരു ഖൈർ ചെയ്യാൻ, യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു നന്മ, വലിയൊരു നന്മ ചെയ്യാൻ അയാളെ സഹായിച്ചു. അപ്പൊ ആ സഹായിച്ചതിന് അവിടെ പ്രതിഫലം പറഞ്ഞ എന്താണ്? ആ യോദ്ധാവിന്റെ അതേ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. അതേപോലത്തെ ഒരു പ്രയോഗമാണ് ഇത്. അപ്പൊ ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോ ഈ പറഞ്ഞ തെളിവുകളൊക്കെ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ ഒരു പ്രയോഗം തന്നെയാണ് ഈ ഹദീസിലുള്ളത്. ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ അതേ പ്രതിഫലം കിട്ടും. അപ്പോൾ 10 ആളെ നോമ്പ് തുറപ്പിച്ചാൽ നമ്മൾ 10 ദിവസം നോമ്പ് നോൽക്കുന്നു, അതിന്റെ കൂടെ 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം എത്ര പേരെയാണ് നോമ്പ് തുറപ്പിക്കുന്നത്, അതേ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ ഷറഹിൽ പറഞ്ഞു, ഈ ഹദീസ് തെളിവാണ്. ഈ ഹദീസിൽ ഒരു ഫിഖ്ഹ് ഉണ്ട്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ പറഞ്ഞത് അറിയോ? അന്ന കുല്ലമൻ ആന മുഅ്മിനൻ അലാ അമലി ബിർരിൻ, ഒരു മുഅ്മിനിനെ ഒരു നന്മ ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഇവിടെയൊക്കെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ എന്നുള്ളത് കുറെ ഉറങ്ങുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതിരിക്കുക, ഒന്നും തിന്നാതിരിക്കുക എന്നുള്ളതല്ല. ഇവിടെ സൽക്കർമ്മങ്ങളിൽ മത്സരിക്കുക എന്നുള്ളതാണ് റമദാനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം. മനുഷ്യന്മാരിൽ തഖ്വ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു തരത്തിലുള്ള നന്മകളും ചെയ്യാതെ വെറും അങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. റമദാൻ എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമാണ്, പിശാചുക്കൾ ബന്ധിപ്പിക്കപ്പെടുന്ന മാസമാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇബ്നു ബത്താൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരു പുണ്യകർമ്മം ചെയ്യാൻ, ഒരു നന്മ ചെയ്യാൻ ഒരു മുഅ്മിനെ സഹായിച്ചാൽ ഫലിൽ മുഅയ്നി അലൈഹി അജ്റുൽ മിസ്ലുൽ ആമിൽ, അത് ചെയ്തവന്റെ അതേ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണ് എന്നുള്ളത് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന 4 കാര്യങ്ങൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഒന്ന്, തആവനു അൽ ബിർരി വത്തഖ്വ എന്നുള്ള ആയത്ത് അയാൾ തഹ്ഖീഖ് ചെയ്യണം, അയാൾ പ്രയോഗവൽക്കരിക്കുകയാണ്. 2, സ്വതക്ക കൊടുക്കുക എന്നുള്ളത് റമദാനിൽ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ സ്വതക്കയുടെ പുണ്യം അയാൾക്ക് ഇതിലൂടെ കിട്ടുകയാണ്. 3ാമത് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരാൾ നോമ്പ് നോറ്റാൽ ആ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. 4ാമതായിട്ട് അതിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നോമ്പുകാരന്റെ പ്രാർത്ഥന കിട്ടും. നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറക്കുന്നവരുടെ പ്രാർത്ഥന കിട്ടുക എന്നുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ പലരും ആ ഒരൊറ്റ ഹദീസാ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ. നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം കിട്ടുമെന്നുള്ള ഒരൊറ്റ ഹദീസ് മാത്രം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഇതിനെങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്? നമ്മൾ എത്ര ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ വിളിക്കുന്നോ അത്ര ആളുകളുടെ പ്രാർത്ഥന ആ നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടി കിട്ടും. അതിലൊരുപാട് പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭക്ഷിപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വറഹംഹും എന്നുള്ള ദുആ വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു ചെറിയ ദുആയിൽ ആഖിറത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ദുനിയാവിലെ ബർക്കത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലഹും എന്നുള്ളതാണ്, ഫീമാ റസഖ്തഹും എന്നുള്ളതാ. നീ അവർക്ക് കൊടുത്തതിൽ, അല്ലാഹുവേ നീ അവർക്ക് റിസ്ക് കൊടുത്തതിൽ വർദ്ധനവ് കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അതേപോലെ തന്നെ വഗ്ഫിർ ലഹും വറഹംഹും എന്നുള്ളതുണ്ട്, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്നുള്ളതുണ്ട്, അവരോട് കരുണ ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഒരൊറ്റ നമ്മൾ 10 ആളുകളെ നോമ്പ് തുറപ്പിച്ചാൽ ആ 10 ആളുകൾ ആ നോമ്പ് തുറപ്പിച്ചവന് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ദുനിയാവിന്റെ, നമ്മുടെ ആഖിറത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ദുആ ചെയ്യും. അപ്പൊ ആ ദുആയുടെ വലിയൊരു പ്രതിഫലം, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചാലോ, അവരാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ അവർക്ക് കിട്ടുന്നത് എന്താണ്? ദുനിയാവിലെയും ആഖിറത്തിലെയും ബർക്കത്തുകളാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതല്ലാത്തതുമായ ദുആകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അഫ്തറ ഇൻദകും സ്വായിമുൻ വഅകല തആമകുൽ അബ്റാർ വസല്ലത അലൈക്കുൽ മലായിക. അതിനർത്ഥം നമുക്ക് മറ്റൊരിക്കൽ വിശദീകരിക്കാം. ഇത്തരത്തിലുള്ള ദുആകൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ നോമ്പ് തുറപ്പിച്ചവന് 4ാമതായിട്ട് അവന് കിട്ടുന്ന പുണ്യം എന്താണ്? ആ നോമ്പ് തുറന്നവരുടെ ദുആ, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇത് വലിയൊരു പ്രതിഫലമല്ലേ? ഇത് വലിയൊരു ഫളിലല്ലേ? ഇത് വലിയൊരു മഹത്വമല്ലേ? നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന വലിയൊരു മഹത്വം അവരുടെ പ്രാർത്ഥന എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ, ഈ 4 കാര്യങ്ങളാണ് ഇതിന്റെ മഹത്വമായിട്ട് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വരുന്ന വേറെ ചില വിഷയങ്ങൾ, ഇത് ഫക്കീറിനെയും മിസ്കീനെയും മാത്രമാണോ നോമ്പ് തുറപ്പിക്കേണ്ടതല്ല എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ആമായിട്ടുള്ള പ്രയോഗമാണ്. കാരണം ഫത്തറ സ്വായിമൻ എന്നുള്ള ഹദീസിൽ വന്നിട്ടുള്ളത്, മൻ ഫത്തറ സ്വായിമൻ എന്നുള്ളതാ. അവിടെ ആമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഖനിയ പെടും, ഫക്കീർ പെടും, അതേപോലെ തന്നെ ഫർള് നോമ്പ് പെടും, സുന്നത്ത് നോമ്പ് പെടും. സുന്നത്ത് നോമ്പുള്ള ഒരാളെ നോമ്പ് തുറപ്പിച്ചാലും ഇതേ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഇത് ആമായിട്ടുള്ള പ്രയോഗമാണെന്നുള്ളത് മനസ്സിലാക്കുക. 2ാമത് അതിനൊരു തെളിവ് കൊണ്ടിരുന്നത്, ഈ വിഷയത്തെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഖനിക്ക്, അതായത് സമ്പന്നരായ ആളുകളെ നോമ്പ് തുറപ്പിക്കാം എന്നുള്ളതിനെ തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു ഹദിയാണ്.
നമ്മളൊരു ഹദിയ കൊടുക്കുകയാണ്. ഹദിയ കൊടുക്കുക എന്നുള്ളത് മിസ്കീനക്ക് ഫക്കീർമാർക്ക് മാത്രം കൊടുക്കേണ്ടതല്ല. അപ്പൊ അതിന്റെ പരിധിയിലാണെങ്കിലും എന്ത് വരും, നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കൂട്ടരെയും പാവപ്പെട്ടവരെ വിളിക്കാം, അതോടൊപ്പം തന്നെ പണക്കാരെയും സമ്പന്നരെയും നോമ്പ് തുറപ്പിക്കാം. ഈ പറഞ്ഞിട്ടുള്ള പ്രതിഫലങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നർത്ഥം. ഇനി എന്തുകൊണ്ടാണ് നോമ്പ് തുറപ്പിക്കേണ്ടത്? അതിന് ഉലമാക്കൾ പലതരത്തിലുള്ള ശറഹുകൾ നൽകിയിട്ടുണ്ട്. ഒരാളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നോമ്പ് തുറപ്പിക്കാം. ഒരു കാരക്ക കൊടുത്തിട്ടാണോ, എന്നിരുന്നാലും അതിന്റെ പ്രതിഫലം കിട്ടും എന്നുള്ളത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകൾ പറഞ്ഞത് എന്താ വെച്ചാൽ മതിയാഗോളം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഇബ്നു തൈമിയ്യ കൊടുക്കുന്ന ശറഹ് എന്താ വെച്ചാൽ മതിയാഗോളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും. നമുക്കൊന്നും ചിലപ്പോൾ ഇതിന്റെ വില മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മര്യാദക്കൊന്ന് നോമ്പ് തുറക്കാൻ പോലും സാധിക്കാത്ത മിസ്കീനായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ ഈ ഒരു നോമ്പ് തുറപ്പിച്ചാൽ അവരുടെ അത്തായത്തിന് പോലും ഉപകരിക്കുന്ന രൂപത്തിൽ അത് കൊടുക്കുന്നത് പുണ്യമാണ് എന്നുള്ളതാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറയുന്നത്. കാരണം നന്നായിട്ട് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, അത്രത്തോളം മിസ്കീനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്തായത്തിന് എന്താണ്, അത് മതിയാകും. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിലും അത് നല്ലതാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കണം. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അതുകൊണ്ട് യംബഗി ഇൻസാനി, ഓരോരുത്തരും താല്പര്യം കാണിക്കണം, നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കാൻ താല്പര്യം കാണിക്കണം, ബിഖദരിൽ മുസ്തതായി, സാധിക്കുന്ന മാതിരി. എങ്ങനെയാണോ നമുക്ക് ഒരാളെ നോമ്പ് തുറക്കാൻ സാധിക്കുന്നത്? ചിലപ്പോൾ നമ്മളൊരു കാരൊക്കെ കൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും ശരി, നമ്മൾക്ക് വേണ്ടി അവർ ദുആ ചെയ്താൽ ആ ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു നന്മയിൽ പരസ്പരം സഹകരിക്കുകയാണ്. അതേപോലെ തന്നെ ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം കിട്ടുകയാണ്. റമദാനിൽ സ്വതക്ക കൊടുക്കണം എന്നുള്ളതിന്റെ അതിലൊരു ഭാഗമാണ്, ഹദിയ കൊടുക്കുക എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അപ്പൊ അതിലൂടെ ഒരു മനുഷ്യന് കൈവരുന്നത് ധാരാളക്കണക്കിന് പുണ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ചെറിയ കാര്യമല്ല, നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ഈ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ രൂപത്തിൽ ഒരാൾക്ക് സാധിക്കുന്ന രൂപത്തിൽ ഒരാളെ വിളിച്ചിട്ട് നോമ്പ് തുറപ്പിക്കാമെന്നർത്ഥം. ഇനി അതിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്റ്റാറ്റസ് സിംബൽ കാണിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് തുറപ്പിക്കുന്ന ആളുകളുണ്ട്. അതിൽ ദൂർത്തിന്റെ ഒരു മഹാമേളയാണ് ചില വീടുകളിൽ നടക്കുന്നത്. എന്നിട്ട് ഉണ്ടാക്കിയതിന്റെ പകുതി വേസ്റ്റാക്കിയിട്ട് കൊണ്ടുപോയി തട്ടുന്ന ഒരവസ്ഥ നമ്മുടെ പല മുസ്ലിം വീടുകളിലും കാണുന്നുണ്ട്. അത് റിയാ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾ, അവരുടെ നോമ്പ് തുറക്കുണ്ടാകുന്നത് പണക്കാരായ, നാട്ടിലെ സമ്പന്നരായ അല്ലെങ്കിൽ പ്രമാണിമാരായ ആളുകൾ മാത്രമായിരിക്കും. അതൊന്നുമല്ല ഇസ്ലാമിന്റെ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിലൊക്കെ പ്രത്യേകം പരിഗണിക്കേണ്ടത് മിസ്കീനുകളെയും ഫക്കീർമാരുമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു നോമ്പ് തറാകരുത്. ഒരു നാട്ടിൽ, ഒരു മഹലിൽ ഇന്ന് അവരുടെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്ന ഇത്തരത്തിലുള്ള നോമ്പ് തറകളാണല്ലോ. അതേപോലെ തന്നെ ചില തരത്തിലുള്ള വിവാഹങ്ങൾ, ചില പരിപാടികൾ, പ്രസവം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അവർ വലിയ ആളുകളാണ്, അവർ പണക്കാരുകളാണ് അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെയാണ്. അതൊക്കെ എന്താണ്, ഇതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് കുറെ സാധനങ്ങൾ ദൂർത്താക്കിയിട്ട് കളയാം, എന്നിട്ട് സമ്പന്നരായ ആളുകളെ മാത്രം വിളിക്കുക. ഇങ്ങനെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട്, റിയാഇന് വേണ്ടിയിട്ട് നോമ്പ് തുറപ്പിക്കുന്നതിന് നമുക്ക് പ്രതിഫലമല്ല കിട്ടുക, അതിന് കുറ്റമാണ് കിട്ടുക എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇഖ്ലാസോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ റമദാൻ എന്നുള്ളത് വെറും പട്ടിണിയുടെ മാസമാണ് എന്നുള്ളത് ആരും വിചാരിക്കരുത്. സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ പറഞ്ഞത് എന്താ വെച്ചാൽ, റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് തിലാവത്തുൽ ഖുർആനാണ്, ഇത്ആമുത്ആമാണ്. ഖുർആൻ പാരായണം ചെയ്യലും ഭക്ഷിപ്പിക്കലുമാണ് റമദാൻ എന്നുള്ളതാണ് അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ 4 പുണ്യങ്ങൾ നമുക്ക് കിട്ടും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.